ഹായ് മക്കളെ, എബിഡി സാറാണ്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആൻഡ് ഇന്ത്യാസ് ഇലക്ടോറൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റത്തെക്കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ പല ആളുകൾക്കും ഇലക്ഷനോട് ട്രസ്റ്റ് ഇല്ലാതാവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ആൻഡ് ഫെയർ അല്ലാത്ത ഇലക്ഷൻ എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മളിൽ പല ആളുകൾക്കുള്ളത്. പക്ഷേ നമുക്ക് 1950 നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. സുകുമാർ സെൻ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ. 1951-52 കാലഘട്ടത്തിലാണ് നമ്മുടെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു ഡെമോക്രസിയാണ്, ഡെമോക്രാറ്റിക്കൽ ഒരു പാറ്റേണിലൂടെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവിടെ നമുക്ക് കൃത്യമായിട്ടും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷൻ കൂടി നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ നല്ല പ്രോപ്പറായിട്ടുള്ള ഇലക്ഷനൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാലും ചില മേഖലകളിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് 1990 നമ്മുടെ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായി ഇരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. അതായത് ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി പ്രോബ്ലംസിനും കൃത്യമായിട്ടുള്ള സൊല്യൂഷനാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? TN ശേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിഫോമർ എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? നമ്മുടെ TN ശേഷൻ അറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഇലക്ഷൻ ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിന് വോട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാമ്പയിൻ ടൈമിലാണ്. എന്തൊക്കെയാണ് ആഫ്റ്റർ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് പറയുന്നത് എപ്പോഴാണ്? ക്യാമ്പയിൻ ടൈമിലാണ് അല്ലേ? അപ്പോൾ ഈ സമയത്ത് തന്നെ മണി പവറും മസിൽ പവറൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടിയുണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് കൃത്യമായിട്ടും ഓരോ കാൻഡിഡേറ്റ്സും ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ പറയുന്ന ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ഇതൊക്കെ കൃത്യമായിട്ടും ഈ TN ശേഷൻ്റെ റിഫോംസിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വോട്ടർ ID, ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വോട്ടർ ID ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും TN ശേഷൻ്റെ ടൈമിലാണ്. അതിലൂടെ നമുക്ക് എന്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രോക്സി വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട്. നമ്മുടെ ഇന്ത്യൻ ഇലക്ഷനിൽ തുടക്കം മുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കള്ള വോട്ടാണ്. അതായത് സിമിലാരിറ്റി ഉള്ള പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ആബ്സെൻസിൽ മറ്റാളുകൾ വോട്ട് രേഖപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ പറയുന്ന ID പ്രൂഫ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വോട്ടർ ID എന്നൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി കാൻഡിഡേറ്റ്സിൻ്റെയും സ്പെൻഡിങ്ങിൽ കൃത്യമായിട്ട് എത്ര ഫണ്ട് സ്പെൻഡ് ചെയ്യാം എന്ന കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും ആര് കൊണ്ടുവന്നു? TN ശേഷൻ്റെ പീരീഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാ കാൻഡിഡേറ്റ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ ഡെമോക്രാറ്റിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരാൾക്ക് ഇലക്ഷന് മത്സരിക്കാൻ പറ്റുക. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷന് മത്സരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇലക്ഷന് മത്സരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ ഒരു കാൻഡിഡേറ്റ്സിന് ഒരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു, മറ്റുള്ള ആളുകൾക്ക് അതിന് പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാക്സിമം എത്ര ഫണ്ട് വരെ ഒരു കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഫിയർലെസ് ആയിട്ട് വോട്ടേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് ആരെ ചൂസ് ചെയ്യണമെന്ന് വോട്ടേഴ്സിന് ഡിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം ആർക്ക് കിട്ടി? വോട്ടേഴ്സിന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫെയർനെസ് എന്നതിനപ്പുറം ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഫിയർലെസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാൻ ആരുടെ കാലഘട്ടത്തിന് ശേഷം സാധിച്ചിട്ടുണ്ട്? TN ശേഷൻ്റെ കാലഘട്ടത്തിന് ശേഷം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ചാനൽ എവറി ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കായിട്ട് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.